ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കി സോഷ്യൽ മീഡിയയിലൂടെ ബിഗ് ബോസ് താരമടക്കമാക്കി മാറ്റിയ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ രേണുസുതിയുടെ സുവിച്ചേട്ടൻ ഇല്ലെങ്കിലും അവരുടെ ഒരു കുടുംബം എന്ന് പറയുന്നത് വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. എന്നാൽ ഈ ഒരു താരകുടുംബത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? താരകുടുംബത്തിന് ചെറിയ വിള്ളലുകൾ വീഴുന്നുണ്ടോ? താരകുടുംബം ഒരു തകർച്ചയിലേക്ക് പോവുകയാണോ? കഴിഞ്ഞ ദിവസം കിച്ചു എന്ന് പറയുന്ന സുധിയുടെ മകൻ കിച്ചു നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, കിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് തങ്കപ്പൻ ചേട്ടൻ പറയുന്നത്. തങ്കപ്പൻ ചേട്ടൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? തങ്കപ്പൻ ചേട്ടനെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതായത് കിച്ചു ഏറ്റവും ഒടുവിൽ തങ്കപ്പൻ ചേട്ടനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? പാല് കൊടുത്ത് കൈക്ക് തന്നെ കിച്ചു കടിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തന്റെ എല്ലാമായ തങ്കച്ചൻ പപ്പയെ തള്ളിപ്പറഞ്ഞത് എങ്ങനെയാണ് രേണുസുതിക്ക് പൊറുക്കാനാകുക? എന്താണ് സംഭവിച്ചത്? നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമേ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വെള്ളമടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ വീട് വെക്കാൻ സ്ഥലം സംഭാവന ചെയ്തവർക്കും ആ സ്ഥലം കൊടുത്ത ആൾക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയണം. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും അല്ല, ഞാൻ കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവുമില്ല. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. നല്ലൊരു വീടാ, വളരെ നല്ലൊരു വീടാ. അത് നല്ല വീടാ. ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോട്ട്. അവരുടെ തന്നെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ, നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും. ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്നത് നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നോ അത് നമ്മുടെ ഉള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. അടുത്താണല്ലോ ഇപ്പൊ ഇവിടെയാണ്. ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരുപക്ഷെ തങ്കച്ചൻ ചേട്ടൻ കിച്ചുവിന്റെ ഈ ഒരു തുറന്ന് പറച്ചിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ തകർന്ന അവസ്ഥയിൽ തന്നെയായിരിക്കാം. കിച്ചു മാത്രമല്ല, കിച്ചുവിന്റെ കൂട്ടുകാര് കള്ളഹിമാറുകളും തങ്കപ്പൻ ചേട്ടനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 24 ഇവിടെ പണിത് തരുമായിരുന്നു. ഞങ്ങൾക്ക് ഇത്ര വലിയ വീടല്ല. അവർ അന്തസ്സായിട്ട് 2 വീടും 2 മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവർ വെച്ച് തരും. ഇദ്ദേഹത്തിനാണ് ആര് പറഞ്ഞു? ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളെ ഒന്ന് പണിയാനായിട്ട്. എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം. നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം. ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കള്ളമല്ല പറയുന്നത്. ഇയാൾ പറഞ്ഞ കള്ളം ചേട് നനഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അറിയാവോ ഇത് എവിടെ ചോരുന്നത് എന്താന്ന്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഭീമിനടി എൻ്റെ സിറ്റ് ഔട്ടിൻ്റെ അടി ലീക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വേറെ എങ്ങും ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞു? ഇല്ലല്ലോ. അവിടെയുണ്ട്. ഈ 2 മുറിയുടെ ഓടിട്ടത് തെറ്റാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓട് കയറി ഇറങ്ങിയാണ് കിടക്കുന്നത്. അതിന്റെ കാര്യം മേളിലൊരു വീതി താഴെ ഒരു വീതി. ഓട് നിരത്തിയിട്ട് വന്നപ്പോഴത്തേക്കും കയറ്റ ഇറക്കമായി. അപ്പൊ ഇത് കാറ്റടിക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ പൊങ്ങി നിൽക്കുന്ന ഓടിന്റെ ഇട വഴിയെ വെള്ളം ഇറങ്ങും. ഇവിടെ അന്തസ്സായിട്ട് 24 ഇവിടെ പണിത് തരുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും അധികം പോരായ്മകളുള്ള ഒരു വീടാണെന്ന് തങ്കപ്പച്ചേട്ടൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു വീടിന് ഒരു കുഴപ്പവുമില്ല. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരെ ഒന്നും പറയാൻ പാടില്ല എന്ന് കിച്ചുവിന്റെ കൂട്ടുകാരും പറഞ്ഞത് തങ്കപ്പൻ ചേട്ടനെ അങ്ങേയറ്റം ആക്ഷേപിച്ച് അവഹേളിച്ചില്ലാണ്ടാക്കുന്നതിന് തുല്യമായിപ്പോയി. അദ്ദേഹം ഈ വീഡിയോ കണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം പൊട്ടിക്കരഞ്ഞാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തങ്കപ്പൻ ചേട്ടനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, ഇത്രയും അധികം ക്രൂരത ചെയ്ത ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു പഹയനുമായി ഇപ്പോഴും സൗഹൃദത്തിൽ ഏർപ്പെടുന്നു. എനിക്കിപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഇതൊക്കെ തങ്കപ്പൻ ചേട്ടൻ ക്ഷമിക്കണം, മറന്നു കളയണമെന്നൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രേണുസുതിയെ സംബന്ധിച്ച് ഇത് ഏറെ നിർണായകമായൊരു അവസ്ഥയാണ്. താരത്തിന്റെ അച്ഛനെ തള്ളിപ്പറയുമോ അല്ലെങ്കിൽ കിച്ചുവിനെ തള്ളിപ്പറയുമോ, രണ്ടിനും കഴിയാത്തൊരവസ്ഥ. നമുക്കറിയാം, താരത്തെ സംബന്ധിച്ച് പപ്പയെന്ന് പറയുന്നത് വലിയൊരു വികാരമാണ്. ഒരിക്കലും പപ്പയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവൃത്തിക്കും താരം മുതിരത്തില്ല.
ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥിതിക്ക് കിച്ചുവിനെതിരെ കർശന നടപടി തന്നെ താരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. താരത്തിന്റെ കുടുംബം തകരാൻ പോകുന്നു എന്നൊക്കെയുള്ള ചില സൂചനകളാണ് ചില വ്ലോഗുകളിൽ കാണുന്നത്. എന്നാൽ ഇതിനിടയിലും താരത്തിന്റെ താര പദവിക്ക് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. എന്തൊക്കെയാണ് താരത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. UK-ലൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരിതാ. ഞാൻ ഏപ്രിൽ UK-ൽ പോവാ. എല്ലാം ശരിയായി, പോസ്റ്റ് വരെ ആയി. ഇനിയിപ്പോ കൊളാബിടാൻ ഇനി ആ സമയമാകുമ്പോഴത്തേന് കൊളാബിട് പ്രോഗ്രാമിന് പോകും. ലണ്ടൻ ബ്രിഡ്ജിൽ പോയി ഒരു ഫോട്ടോ എടുക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ അല്ലേ. നിരവധി ആളുകൾ പ്രമുഖ നടിയെ ഇല്ലാതാക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നതിനിടയിലും താരം UK-യിലേക്ക് പോവുകയാണ്. താരത്തിന്റെ കാമുകൻ UK-യിൽ ഉണ്ട് എന്നൊക്കെയുള്ള റൂമറുകൾ പല ഘട്ടങ്ങളിലായി നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല താരത്തിന് കൈവന്ന ആ ഒരു വ്യത്യാസം അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം, ലെജൻഡറി ആയിട്ടുള്ള ബിഗ് ബോസ് താരങ്ങൾ രജിത് കുമാർ തൊട്ട് സാവമോൻ തൊട്ട് ഇങ്ങോട്ട് സാവമോൻ, രജിത് കുമാർ, റോബിൻ, അഖിൽമാരാറ്, ഇപ്പോൾ അനുമോള്, നിരവധി താരങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ ഒരാളങ്ങനെ UK പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരാളും UK പോയതായിട്ട്, അതായത് പ്രോഗ്രാമിന്റെ ഭാഗമായി UK പോയതായിട്ട് എനിക്ക് യാതൊരു അറിവുമില്ല. അത്തരത്തിൽ ഒരാൾ ഇതുവരെ പോയിട്ടില്ല, ഒരു ഹിമാറുകളെയും കൊണ്ടുപോകത്തില്ല. എന്നാൽ രേണുസുതിയുടെ അവസ്ഥ നോക്കുക. അതായത് താരം ബിഗ് ബോസ് വിന്നർ ആയിട്ടില്ല, ഫിനാലയിൽ എത്തിയിട്ടില്ല, താരം സ്വയം ക്വിറ്റ് ചെയ്ത് വന്നതാണ്. അത്തരത്തിലുള്ളൊരു താരമാണ് ഇപ്പോൾ UK-യിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ അനുമോളുടെ ആരാധകരൊക്കെ ഇത് കണ്ട് പൊട്ടിക്കരയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കഷ്ടിച്ച് ദുബായിൽ ഒരു വട്ടാണ്ടാണ് അനുമോൾക്ക് പോകാൻ സാധിച്ചത്. താരത്തിന്റെ താരപദവിക്ക് ഇതൊന്നും യേശുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രമുഖ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ താരത്തെക്കുറിച്ച് വരുന്ന ന്യൂസുകൾ നമുക്കൊന്ന് കേൾക്കാം. തന്നെ രേണുസുതി ഇപ്പോൾ വലിയ രീതിയിലുള്ള മോഡലായി മാറിക്കഴിഞ്ഞു. ഒരുപാട് ഷോകളും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടുകളുമായി തിരക്കിലാണ് രേണുസുതി ഇന്ന്. രേണുസുതി ഇന്ന് തിരക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിൽ പോകുന്നത് തന്നെ കുറച്ചാണ്. ഇപ്പോൾ വിദേശത്തെ ഷോകളും മറ്റുമായി വലിയ രീതിയിൽ തിരക്കിലാണ് രേണുസുതി മോഡലിംഗ് രംഗത്ത് സജീവമായതും ഫാഷൻ ഷോകളിൽ സ്ഥിര സാന്നിധ്യമായി മാറിയതും ലിബ്ര മോഡലിംഗ് ഇന്ത്യക്ക് വേണ്ടി റാമ്പിൽ ഇറങ്ങി തുടങ്ങിയ ശേഷമാണ്. ആദ്യമായി അതീവ ഗ്ലാമറസ് ലുക്കിൽ രേണു റാമ്പിൽ എത്തിയതും ലിബ്ര മോഡലിംഗ് ഇന്ത്യ ജൂലൈയിൽ നടത്തിയ ഒരു ഫാഷൻ ഷോയിൽ ഷോ സ്റ്റോപ്പറായി പങ്കെടുത്തുകൊണ്ടായിരുന്നു. അന്ന് റാം വാക്കിന്റെ വീഡിയോ വൈറലായപ്പോൾ അഭിനന്ദിച്ചും വിമർശിച്ചുമെല്ലാം കമന്റുകൾ രേണുവിന് ലഭിച്ചിരുന്നു. കസവ് മുണ്ടെടുത്ത് മലയാളി തനിമയിലാണ് രേണു റാമ്പിൽ ചുവടുവെച്ചത്. കസവ് ബ്രാലറ്റ് ബ്ലൗസ് ആണ് മുണ്ടിനൊപ്പം ധരിച്ചിരുന്നത്. വസ്ത്രത്തിനൊപ്പം ട്രഡീഷണൽ ആഭരണങ്ങളും സ്റ്റൈൽ ചെയ്തിരുന്നു. ചുവപ്പ് കുപ്പിവളയാണ് അണിഞ്ഞിരുന്നത്. ബേബി ഹെയർ സ്റ്റൈലായിരുന്നു. ലിപ്സ്റ്റിക്കും മസ്കാരയും ഉപയോഗിച്ചിരുന്നു. ഹെവി മേക്കപ്പ് ആയിരുന്നു. നേവൽ എക്സ്പോസ് ചെയ്തുള്ള വസ്ത്രമായിരുന്നു എന്നതുകൊണ്ട് തന്നെ റാം വാക്കിന്റെ വീഡിയോ വൈറലായപ്പോൾ വലിയ രീതിയിൽ വിമർശനവും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, താരത്തിന്റെ ആ ഒരു മാറ്റം നോക്കുക. അതായത് താരത്തെക്കുറിച്ച് വരുന്ന ന്യൂസുകളിൽ താരത്തെ അതിസൂക്ഷ്മമായാണ് താരത്തിന്റെ ആരാധകർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. താരത്തിന്റെ ദേഹത്ത് ഒരു രോമം പൊഴിയുന്നത് പോലും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. താരത്തിന്റെ പുരികം, താരത്തിന്റെ നെയിൽ പോളിഷ്, താരത്തിന്റെ ഹെയർ കളർ, താരത്തിന്റെ ഹെയർ പിൻ തുടങ്ങി താരമിട്ടിരിക്കുന്ന ജട്ടിയുടെയും ബ്രായുടെയും ഒരു നൂലിളകിയാൽ പോലും മനസ്സിലാകാത്ത രീതിയിൽ അത്രയും അധികം താരത്തെ സസൂക്ഷ്മമായി ആരാധകർ താരത്തെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. താരത്തിന്റെ ആ ഒരു മാറ്റം അറിയണമെങ്കിൽ താരത്തിന്റെ ആ ഒരു പഴയ വീഡിയോ ഒന്ന് കാണുക. അതായത് സുധിയോടൊപ്പം താരം എങ്ങനെയായിരുന്നു 3 വർഷം മുമ്പ് ഉണ്ടായിരുന്നത്, 2 വർഷം മുമ്പ് താരം ഉണ്ടായിരുന്നതും ആ വീഡിയോ ഒന്ന് വരട്ടെ. അതായത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്ന താരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതും കൂടെ ഒന്ന് കാണുക. ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ രീതിയിലൊരു മാറ്റം ഒരു താരത്തിനും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സ്വന്തമായിട്ടെന്തോ ഇവരുടെ ലാംഗ്വേജ് പറഞ്ഞിട്ട് എന്തുവാ ഇതുവഴി പോകുന്ന കണ്ടോ. ആലോചിച്ച് നോക്കുക, എന്തൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. അതായത് പഴയ കാലത്ത് രാജകുമാരിമാരെ ഇങ്ങനെ എണ്ണയിൽ കുളിപ്പിച്ച് മെഴുകിയെടുക്കുന്ന പോലെ താരത്തെ എണ്ണയിൽ തടവി മെഴുകിയെടുത്ത് താരത്തിന്റെ ഓരോ പാർട്ടുകളും തടവി മെഴുകി അങ്കലാവണ്യം വരുത്തി മിനുസിയെടുക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അതായത് താരത്തിന്റെ ആ ഒരു സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത് ഇന്ന് താരത്തിന്റെ ആരാധകരുടെ ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ
കാര്യങ്ങളൊക്കെ താരത്തെ ബാധിക്കുന്നതേയല്ല. എന്നാൽ അതിനിടയിലും തങ്കച്ചൻ ചേട്ടനെ കിച്ചു തള്ളിപ്പറഞ്ഞത് ഏത് രീതിയിലാണ് താരത്തിന്റെ കുടുംബത്തെ ബാധിക്കുക? ഏറെ നിരാശാജനകമായ ഒരു അവസ്ഥയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.